2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജനം എന്ത് ചിന്തിക്കുന്നു, ഭാരതത്തിലെ ജനം രാഷ്ട്രീയമായി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനുള്ള ഏറ്റവും നല്ല ഉരകല്ലാണ് സംസ്ഥാന തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. അതിൽ പ്രധാനമായും മഹാരാഷ്ട്ര സംസ്ഥാനത്തെ 288 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ജാർഖണ്ഡ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വൈകാരിക പ്രാധാന്യമുള്ള പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, കേരളത്തിൽ ചേലക്കര, അതുപോലെ തന്നെ വയനാട് പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം തന്നെ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത, അതേക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. ഏറ്റവും അവസാനത്തെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. നമുക്കറിയാം മഹാരാഷ്ട്ര രണ്ടാമത്തെ വലിയ സംസ്ഥാനമാണ്. 48 ലോക്സഭാംഗങ്ങളെ പ്രദാനം ചെയ്യുന്ന സംസ്ഥാനമാണ്. 288 നിയമസഭാ സീറ്റുകളുള്ള വലിയ സംസ്ഥാനം. ആ സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ, NDA മുന്നണിയുടെ മഹാരാഷ്ട്രയിലെ രൂപമായ മഹായുതി സഖ്യം, അതുപോലെ UPA മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ മഹാരാഷ്ട്ര രൂപമായ മഹാവികാസ് അഗാദി, ഇങ്ങനെ രണ്ട് സഖ്യങ്ങളാണ്. ഈ രണ്ട് സഖ്യത്തിലും 3 പാർട്ടികൾ വീതം. പ്രധാന പാർട്ടി ഒരു വശത്ത് BJPയോടൊപ്പം ഷിൻഡെ വിഭാഗം ശിവസേന, അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ വിഭാഗമായ NCP. മറുവശത്ത് കോൺഗ്രസ് എന്ന ലീഡിംഗ് കക്ഷിയോടൊപ്പം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന താക്കറെ വിഭാഗം, അതോടൊപ്പം NCP ശരത് പവാർ വിഭാഗം. അങ്ങനെ ബാറ്റിൽ ലൈൻസ് ആർ ഡ്രോൺ. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും കാലുമാറ്റവും പട്ടലപ്പിണക്കങ്ങളും എല്ലാം കണ്ട ഒരു 5 വർഷമാണ് കഴിഞ്ഞ നിയമസഭയുടെ കാലാവധി, കഴിഞ്ഞ ഔട്ട് ഗോയിങ് നിയമസഭയുടെ കാലാവധി. അവിടെ 2 ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നത് കണ്ടു. ആദ്യം ഉദ്ധവ് താക്കറെയുടെ BJPക്ക് ഭരണത്തിലെത്താനുള്ള സാധ്യത കണ്ടുകൊണ്ട് വലിയ കക്ഷിയായ BJP ശിവസേനയോടൊപ്പം ചേർന്നുകൊണ്ട് ഭരണത്തിലാവാം എന്ന മോഹമുണ്ടായി. ഉദ്ധവ് താക്കറെയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ചിന്ത. അങ്ങനെ ഉദ്ധവ് താക്കറെ കോൺഗ്രസിൻ്റെയും NCPയുടെയും പിന്തുണ നാടകീയമായി നേടിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന കാഴ്ച കണ്ടു. അതായിരുന്നല്ലോ മഹാവികാസ് അഗാദി. 2019 രൂപീകരിച്ച മഹാവികാസ് അഗാദി ഏതാണ്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു എന്ന് പറയാനാവില്ല. ആ കക്ഷിയുടെ മുന്നണിയുടെ 2 പ്രധാന കക്ഷികളെ അടർത്തി മാറ്റി NCPയുടെ ഒരു പ്രമുഖ വിഭാഗത്തെ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ BJP ഒരു ഓപ്പറേഷനിലൂടെ അടർത്തി മാറ്റുകയും, അതുപോലെ ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ നെടുക്കെ പിളർന്നുകൊണ്ട് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കി ഒരു വലിയ പരീക്ഷണമാണ് BJP നടത്തിയത്. അങ്ങനെ ഈ കഴിഞ്ഞ നിയമസഭയുടെ ചരിത്രത്തിൽ പകുതി സമയം ഉദ്ധവ് താക്കറെയും ബാക്കി പകുതി ഏകനാഥ് ഷിൻഡെയും മുഖ്യമന്ത്രിമാരായിരുന്നു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സീറ്റ് ഷെയറിങ്ങും പവർ ഷെയറിങ്ങും തന്നെയാണ്. ഏകനാഥ് ഷിൻഡെ തന്നെ ആയിരിക്കുമോ മഹായുതിയെ നയിക്കാൻ പോകുന്നത്? മറുവശത്ത് ഉദ്ധവ് താക്കറെ തന്നെ ആയിരിക്കുമോ മഹാവികാസ് അഗാദിയെ നയിക്കുന്നത്? അറിയില്ല. 2 കൂട്ടരും അതേക്കുറിച്ച് പൂർണ്ണ മൗനം പാലിക്കുന്നു. തങ്ങൾ ജയിച്ചു വന്നാൽ ആരാവും മുഖ്യമന്ത്രിയെന്ന് BJP മുന്നണിയോ കോൺഗ്രസ് മുന്നണിയോ തുറന്നു പറയുന്നില്ല. അവിടെയാണ് തെരഞ്ഞെടുപ്പ് രംഗം ഉദ്വേഗജനകമാകുന്നത്. 2 മുന്നണിക്കും കാര്യമായ പിൻബലമുണ്ട്. 2 മുന്നണിയുടെ വോട്ടുകളെ പിളർത്താൻ മറ്റ് കക്ഷികൾ, സ്വതന്ത്രന്മാരും മറ്റുള്ളവരുമായ ആളുകളുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം. സീറ്റ് ഷെയറിംഗിലേക്ക് വരാം. 288 മഹായുതിയിൽ ഭാരതീയ ജനതാ പാർട്ടി സിംഹഭാഗവും എടുത്തിരിക്കുന്നു. ലയൺസ് ഷെയർ 152 സീറ്റുകളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അവസാനം 148 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ബാക്കി സീറ്റുകൾ ചെറിയ കക്ഷികൾക്ക് BJP കെയർ ഓഫിൽ തന്നെ കൊടുക്കുന്നു. അതോടൊപ്പം ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 93 സീറ്റുകളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ചെറിയ നമ്പർ 57 സീറ്റുകൾ, 53 സീറ്റുകളോ മറ്റോ NCP അജിത് പവാർ വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ സീറ്റ് ഷെയറിങ് പൂർത്തിയായിരിക്കുന്നു. അവിടെ കാര്യമായ പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവസാന നിമിഷം അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. മറുവശത്ത് കോൺഗ്രസ് ലയൺസ് ഷെയർ എടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നില്ല. ഉദ്ധവ് സേന ലയൺസ് ഷെയർ എടുത്തു. പക്ഷേ ഇപ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹസ് ടേക്കൻ ദ ലയൺസ് ഷെയർ. 101 സീറ്റുകൾ, 288 101 സീറ്റുകൾ. അതേസമയം 90-ൽ പരം സീറ്റുകൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് നൽകുകയും
70-ൽ പരം സീറ്റുകൾ, 80ഓളം സീറ്റുകളാണ്, 80-ൽ പരം സീറ്റുകൾ ശിവസേനയുടെ കൂടെയുള്ള അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ കക്ഷിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സീറ്റ് ഷെയറിങ് ഏതാണ്ട് സുഗമമായി തന്നെ രണ്ട് കൂട്ടരും ആദ്യമുണ്ടായ കല്ലുകടികൾ മാറ്റി നിർത്തി ഏതാണ്ട് സുഗമമായി തന്നെ സീറ്റ് ഷെയറിങ് നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഇവിടെ ആര് വിജയിക്കും? ഇത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇവിടെ പോരാട്ടമെന്ന് പറയുന്നത് ശിവസേന, യഥാർത്ഥ ശിവസേന ആരാണ്? ഉദ്ധവിൻ്റെ ശിവസേനയാണോ അതോ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണോ? ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത് 70ഓളം മണ്ഡലങ്ങളിലാണ് അവർ മത്സരിക്കുന്നത്, പരസ്പരം മത്സരിക്കുകയാണ്. അതുപോലെ NCP, യഥാർത്ഥ NCP ശരത് പവാറിൻ്റെ NCP ആണോ അതോ അനന്തരവൻ അജിത് പവാറിൻ്റെ NCP ആണോ? അവരും 10-45 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്നു. അപ്പം യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ NCPയും അതിന് നേരവകാശികൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി അത് മാറിയിരിക്കുന്നു. ഇനി ആകമാന ചിത്രം നോക്കിയാൽ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര കുഴഞ്ഞു മറിഞ്ഞൊരു സംസ്ഥാനമാണ്. കാരണം ഒരു പാർട്ടിക്കും ഒരു പ്രത്യേക മേഖലയ്ക്ക് പുറത്ത് വലിയ സ്വാധീനമില്ല. കാരണം ചില മേഖല, മറാത്ത മേഖല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, പ്രത്യേക പാർട്ടിയുടെ അല്ലെങ്കിൽ കൊങ്കൺ മേഖലയിൽ BJPക്കും ശിവസേനയ്ക്കുമൊക്കെ സാന്നിധ്യമുള്ള മേഖലയാണ്. വിദർഭ മേഖലയിൽ BJPക്കും കോൺഗ്രസിനും കാര്യമായ സ്വാധീനമുള്ള മേഖലയാണ്. മേഖല തിരിച്ച് സ്വാധീനം ചിതറി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് ഒരു പാൻ മഹാരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഇന്ന കക്ഷിക്ക് മേധാവിത്വമുണ്ട് എന്ന് കൃത്യമായി ഉറപ്പ് പറയാനാവാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമാകുന്നത്. ആ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ടാണ്. ഇനി നോക്കൂ, എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം? വിഷയങ്ങളായി വന്നിരിക്കുന്നത് തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഒരു പരിധിവരെയുണ്ട്. അത് മറികടക്കാനായി ഷിൻഡെ സർക്കാർ ലഡ്കി ബഹൻ പദ്ധതിയിലൂടെ 1500 രൂപ ഓരോ മാസവും അക്കൗണ്ടിൽ വരികയാണ്, സ്ത്രീകളുടെ അക്കൗണ്ടിൽ വരികയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ എല്ലാ മാസവും കൃത്യമായൊരു തുക എത്തുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ, ചെറിയൊരു തുകയാണെങ്കിൽ പോലും അവർക്ക് സന്തോഷിക്കാനുള്ളൊരു വകയുണ്ട്. അതിന് ബദലായി 3000 രൂപ വെച്ച് ഒരു അക്കൗണ്ടിൽ വരത്തക്ക രീതിയിൽ എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 3000 രൂപ ഒരു മാസം വരത്തക്ക രീതിയിൽ മഹാവികാസ് അഗാദി പ്രോമിസ് കൊടുത്തു കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിസ് എന്ന് പറയുന്നത്. നേരിട്ട് പണം വരികയാണ്. ഓർക്കൂ, 7 ലക്ഷം കോടി രൂപയുടെ കടമാണ്, പൊതു കടമാണ് മഹാരാഷ്ട്രയ്ക്കുള്ളതെന്ന് ഓർക്കുക. ഇതുപോലെയൊരു ഡോളിങ്, അത് വരുമാനമുണ്ട്, മഹാരാഷ്ട്രയ്ക്ക് വരുമാനമുള്ള സംസ്ഥാനമാണ്. അതേപോലെ തന്നെ കടബാധ്യതയും ഏറെയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എങ്ങനെയാണിത് പൊരുത്തപ്പെടുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മാത്രമല്ല അവസാന തെരഞ്ഞെടുപ്പ് മൂത്ത അന്ത്യഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ യഥാർത്ഥത്തിൽ സ്റ്റേക്സ് ആർ വെരി ഹൈ ഫോർ ബോത്ത് കോൺഗ്രസ് പാർട്ടി ആൻഡ് BJP. കാരണം കോൺഗ്രസിനൊരു ഉണർത്തെഴുന്നേൽപ്പ് ഉണ്ടായി എന്ന് പലരും വിശ്വസിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 31 സീറ്റുകളാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഗാദി മഹാരാഷ്ട്രയിൽ നേടിയത്. അതായത് ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ നല്ല കൊയ്ത്തായിരുന്നു. ഉത്തർപ്രദേശിലും നല്ല കൊയ്ത്താണ്. ഓർക്കൂ, ഏറ്റവും അധികം വോട്ടുകൾ, ഏറ്റവും അധികം സീറ്റുകളുള്ള 80 സീറ്റുള്ള ഉത്തർപ്രദേശിലും 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയേക്കാൾ കൂടുതൽ വോട്ട് നേടിയതും സീറ്റ് നേടിയതും ഇന്ത്യ മുന്നണിയാണെന്ന് ഓർക്കുക. അതേ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ? അതോ ഹരിയാനയിൽ സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ സംഭവിക്കുമോ? ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ 5-5 എന്നതായിരുന്നു നില. അവിടെ നിന്നും BJP വളരെ മുന്നോട്ട് പോയി. അപ്പോൾ ഭരണവിരുദ്ധ വികാരങ്ങൾ ഒന്നും ഏൽക്കാതെ തന്നെ BJP നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സംഭവിക്കുമോ? ഇത് പരിഹരിക്കാനായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ NCP, കോൺഗ്രസ്, ശിവസേന എല്ലാ കക്ഷികളും ചേർന്ന് നല്ല 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 ഏകോപനത്തോടു കൂടി തന്നെ അവസാന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മറുവശത്ത് മഹാവികാസ് അഗാദിയുടെ ഭാഗത്ത് RSSൻ്റെ നിലപാട് വളരെ പ്രത്യേകതകളുള്ളതാണ്. RSSൻ്റെ ആസ്ഥാനം നാഗ്പൂരാണെന്ന് ഓർക്കണം. നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ ഏതാണ്ട് ഹൃദയഭാഗത്താണ് നാഗ്പൂർ. അപ്പം നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ BJP ഉൾപ്പെടുന്ന സഖ്യത്തിന് കാലിടറിയാൽ മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടാകും. മോദിയെ ഒരു ചെറിയ പാഠം പഠിപ്പിക്കാൻ സാധിച്ചു എന്നൊരു വിശ്വാസം ഒരുപക്ഷെ RSSനുണ്ടാകാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പരിപൂർണ അജയ്യത ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ ചെറിയ രീതിയിൽ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദി. അതുകൊണ്ട് തീർച്ചയായും ഹരിയാനയിൽ RSS ചെയ്തതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ബൂത്ത് തലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് താഴെത്തട്ടിലുള്ള സംവിധായകരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കാൻ RSSന് കഴിയും.
അത് മാത്രമല്ല ശിവസേന, ഒരു വിഭാഗം ശിവസേന ബോംബെ മേഖലയിലും കൊങ്കൺ മേഖലയിലും അതിശക്തമായ സാന്നിധ്യമുള്ള ശിവസേന, ഈ ശിവസേനയിലെ 2 വിഭാഗത്തിലും ആളുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ആ വിഭാഗം നല്ല ചിട്ടയായ ഒരു പ്രവർത്തനമാണ് ശിവസേന 2 വിഭാഗങ്ങളും കാഴ്ചവെക്കുന്നത്. 2 കൂട്ടർക്കും ഡു ഓർ ഡൈ ബാറ്റിലാണ്. ഈ ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്ന സ്വാഭാവികമായി വരേണ്ട BJP ശിവസേന ആ കൂട്ടുകെട്ട് പൊളിഞ്ഞപ്പോൾ എങ്ങനെയാണ് ജനം ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു വേദി കൂടിയാണിത്. അതുപോലെ തന്നെ 2 കക്ഷികൾ, ഒന്ന് വഞ്ചിത് ബഹുജൻ അഗാദി, അത് പ്രകാശ് അംബേദ്കറുടെ, സാക്ഷാൽ BR അംബേദ്കറുടെ ചെറുമകൻ പ്രകാശ് അംബേദ്കർ ഫ്ലോട്ട് ചെയ്ത ദളിത് അടിത്തറയുള്ള പാർട്ടിയാണ്. വിദർഭ മേഖലയിലൊക്കെ കാര്യമായ, ബോംബെ മേഖലയിലും വിദർഭ മേഖലയിലും കാര്യമായ പിൻബലമുള്ള പാർട്ടിയാണ്. ആ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ തോതിലുള്ള ദളിത് കൺസോളിഡേഷൻ ഉണ്ടായി. അത് ഈ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി വലിയ തോതിൽ വോട്ട് പിടിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6-7% വരെ വോട്ടാണ് പിടിച്ചത്. അത് ഇപ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഇപ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷം ഇന്ത്യ മുന്നണിക്കായിരിക്കും. അതേപോലെ തന്നെ ഉവൈസിയുടെ, അസദുദ്ദീൻ ഉവൈസിയുടെ ഓൾ ഇന്ത്യ മുസ്ലിം മജ്ലിസ് ഇത്തിഹാദ്, ആ പാർട്ടി AIM പാർട്ടി, ആ പാർട്ടിക്ക് വേരോട്ടമുണ്ട് ചില ഭാഗങ്ങളിൽ. അത് മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. മുസ്ലിം സമുദായം മഹാരാഷ്ട്രയിലെ ആദ്യമൊക്കെ താക്കറയോട്, ബാൽ താക്കറയോടും ഒക്കെ വലിയ റിസർവേഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ താക്കറയുടെ മകനോട് ഒരു മൃദു സമീപനമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത്. അവരെ കൈവിട്ടിട്ട്, താക്കറയെ കൈവിട്ടിട്ട് ഈ മുസ്ലിങ്ങളുടെ തീവ്ര വികാരം ഉയർത്തി നിർത്തുന്ന MIM-നോടൊപ്പം ചേരുമോ എന്നതൊരു ചോദ്യമാണ്. അങ്ങനെ വന്നാൽ അവിടെയും അഡ്വാൻറ്റേജ് NDA മുന്നണിക്ക് തന്നെയാകും. അപ്പോൾ അങ്ങനെ അതുപോലെ 25ഓളം സീറ്റുകളിൽ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ഒരു സാധ്യത ഇൻഡിപെൻഡൻസിനും റിബൽസിനുമുണ്ട്. ഒരുപക്ഷെ ഒരു തൂക്ക് നിയമസഭ വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനാവാത്ത രീതിയിൽ സങ്കീർണമാണ് മഹാരാഷ്ട്രയിലെ സിറ്റുവേഷൻ. അതുമാത്രമല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും, ഇനി ഫോർ എക്സാമ്പിൾ മഹാവികാസ് അഗാദി മന്ത്രിസഭ രൂപീകരിക്കാൻ തക്ക നമ്പർ എടുക്കുന്നു. അടുത്ത നിമിഷം തന്നെ അജിത് പവാർ ശരത് പവാറിനോടൊപ്പം അങ്കിളിനോട് പുറത്തു അങ്കിൾ ഹെൽപ്പ് മീ, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, ഞാൻ താങ്കളോടൊപ്പം വീണ്ടും ചേരുകയാണ് എന്ന് പറഞ്ഞ് ആ പാർട്ടി പൂർണ്ണമായി ശരത് പവാറിൻ്റെ കൂടെ വന്നുകൂടായികയില്ല. തിരിച്ചും സംഭവിച്ചുകൂടായികയില്ല. BJP ജയിച്ചു വന്നാൽ ശരത് പവാർ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, അഗ്രഗണ്യനാണ്. കാര്യത്തിൽ അദ്ദേഹം മറുകണ്ഠം ചാടിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം രാഷ്ട്രീയ സദാചാരത്തിനൊന്നും വലിയ പേര് കേട്ട സംസ്ഥാനമല്ല മഹാരാഷ്ട്ര. അതുമാത്രമല്ല, ശിവസേനകൾ ഒരുമിപ്പിക്കാൻ സാധിക്കുമെന്നിൽ ഈ താക്കറയെ ഉൾക്കൊള്ളാൻ, താക്കറയ്ക്ക് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടാൻ തയ്യാറാണെങ്കിൽ, ഉദ്ധവ് താക്കറയ്ക്ക് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടാൻ തയ്യാറാണെങ്കിൽ, മഹാവികാസ് അഗാദിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും താക്കറയുടെ മുഖ്യമന്ത്രി പദം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്താൽ കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും കോൺഗ്രസിൻ്റെ നാനാ പട്ടോളയ്ക്ക് മുഖ്യമന്ത്രി പദം ചോദിക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യത, ഉദ്ധവ് താക്കറെ BJP-യോടും ഷിൻഡെ ശിവസേനയോടും ഒപ്പം ചേർന്നുകൊണ്ട് താൻ മുഖ്യമന്ത്രിയായി വാഴിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എന്തുകൊണ്ട് ചേർന്നുകൂടാ? അതുകൊണ്ട് ജയപരാജയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും പ്രവചനാതീതമാണ്. ആരാവും മുഖ്യമന്ത്രി എന്നത് പ്രവചനാതീതമാണ്. അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങളാണ് പൊളിറ്റിക്കൽ മഹാരാഷ്ട്ര നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നത്.